മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, സങ്കുചമായ എല്ലാ കാര്യത്തിലും ഉൾവലിഞ്ഞ് വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാം, ഇങ്ങനെ ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോഴും. ആ നിലവിളക്ക് അന്ന് അവരുപയോഗിച്ചിരുന്ന ഖുർആൻ വായിക്കാൻ പറ്റും, പിന്നെ എങ്ങനെ അതിനൊരു അനിസ്ലാമികമാകാം? സമുദായത്തെ 6-ാം നൂറ്റാണ്ടിലേക്ക് പിന്തിരിപ്പനായിട്ട് അങ്ങനെ കൊണ്ടുപോകാണ് ചെയ്യുന്നത്. ഇതൊക്കെ പിന്തിരിപ്പൻ ആശയങ്ങളാണ്. ഇവരിൽ ഏത് കാലത്താണ് ജീവിക്കുന്നത്? അത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. എന്തിനു വേണ്ടിയാണിത്? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്? നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം പേരാമ്പ്ര MLA ഫാത്തിമ തഹ്ലിയ ഒരു ചടങ്ങിൽ വെച്ച് നിലവിളക്ക് കൊളുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. സമസ്ത ഇത് സംബന്ധിച്ച് അനിസ്ലാമികമാണ് നിലവിളക്ക് കൊളുത്തൽ എന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് ഒരു പ്രസ്താവനയും പുറത്തിറക്കുകയുണ്ടായി. ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിസ എന്ന സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള VP സുഹറയാണ്. ഇപ്പോൾ ഈ ഫാത്തിമ തഹ്ലിയയുടെ ഈ ഒരു നിലവിളക്ക് കൊളുത്തൽ വലിയ വിവാദമായിരിക്കുകയാണ് അല്ലെ? എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത്? അതെങ്ങനെയാണ് അനിസ്ലാമികമാകുന്നത്? ഇത് പഴയ കാലങ്ങളിലെ ഖുർആൻ വായിച്ചതൊക്കെ ഇതേപോലുള്ള നിലവിളക്ക് കൊളുത്തിയിട്ടായിരുന്നു. അന്ന് മണ്ണെണ്ണയും കറണ്ടും ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടാണ് ഖുർആൻ വരെ വായിച്ചിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേ പ്രധാന കാരണം, ഞാൻ എൻ്റെ പുസ്തകം എഴുതുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പല മക്ബറകളിലേക്കും പോയിട്ടുണ്ടായിരുന്നു. ആ മക്ബറകളിലൊക്കെ തന്നെ ആ പഴയ കാലത്തെ ആ നിലവിളക്കുണ്ട്. ആ നിലവിളക്ക് അന്ന് അവരുപയോഗിച്ചിരുന്ന ഖുർആൻ വായിക്കാൻ പറ്റും, പിന്നെ എങ്ങനെ അതിനൊരു അനിസ്ലാമികമാകാം? അത് ഹിന്ദുക്കൾ ഉപയോഗിച്ചതുകൊണ്ട് അത് അനിസ്ലാമികമാകുമോ? ഇപ്പോൾ ഇതിനു മുൻപും അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രിയായ കാലത്ത് ഇതുപോലെ ഒരു നിലവിളക്ക് കൊളുത്തൽ വിവാദം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനുശേഷം ഇപ്പൊ വീണ്ടും ഒരു നിലവിളക്ക് കൊളുത്തൽ വിവാദം ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് ഈ ഒരു സമുദായത്തെ പിന്നോട്ടടിക്കുന്ന തരത്തിലുള്ള, സമുദായത്തെ 6-ാം നൂറ്റാണ്ടിലേക്ക് പിന്തിരിപ്പനായിട്ട് അങ്ങനെ കൊണ്ടുപോകാണ് ചെയ്യുന്നത്. ഇതൊക്കെ പിന്തിരിപ്പൻ ആശയങ്ങളാണ്. ഇവരിൽ ഏത് കാലത്താണ് ജീവിക്കുന്നത്? പിന്നെ അത് മാത്രമല്ല, ഒരു സ്ത്രീ എന്ന നിലയിൽ അവരൊരു എന്താ പറയാ അധികാര കേന്ദ്രങ്ങളിലേക്ക് വരുന്ന എന്നത് തന്നെ വലിയ ഒരു പ്രശ്നങ്ങളായിരുന്നു. അന്ന് തന്നെ അവരൊന്ന് മുമ്പളയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുസ്ലിം ലീഗ് അത്ര അത് അംഗീകരിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം പുരോഗമനമായ ചിന്താഗതി ഈ ആധുനിക കാലത്തും ഇവരൊക്കെ പിന്നോട്ടടിക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാകാത്തത്. ഒരു പെൺകുട്ടി അധികാര കേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് അഭിമാനം തോന്നുന്നത്. കാരണം മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്നും പിന്നോക്കം നിന്ന വ്യക്തികളാണ്. അപ്പൊ അവരിപ്പം മുന്നോട്ട് വരുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നത്. എല്ലാവരും അധികാര കേന്ദ്രങ്ങളിലേക്ക് വരണം, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനിടയിൽ അതിന്റെ ഒരു അസഹിഷ്ണുതയാണ് ഇങ്ങനെ പല കാരണത്തിലും കാണിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ നിലവിളക്ക് എന്ന് പറഞ്ഞത് ഒരിക്കലും അനിസ്ലാമികമല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അടിസ്ഥാനപരമായി പണ്ട് ഖുർആൻ വരെ വായിക്കാൻ ഉപയോഗിച്ചിരുന്ന ഈ നിലവിളക്ക് ഇന്നും അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. പല മുസ്ലിം വീടുകളിലും ഉണ്ട്. അത് ഞാൻ പോയി നേരിട്ട് കണ്ടതാ. പിന്നെ എങ്ങനെയാണ് അനിസ്ലാമികമാകുന്നത്? അല്ല, വെളിച്ചം എന്ന് പറഞ്ഞ ഒരു വിളക്ക് കത്തിക്കാന്ന് പറയുന്നത് ഒരു വെളിച്ചമാണ്, പ്രകാശമാണ്. പ്രകാശമല്ലേ വേണ്ടതല്ല, ഇരുട്ടാണോ വേണ്ടത്? ഇത് ഇരുട്ടിലേക്കാണ് ഇവർ പോകുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കാലാകാലങ്ങളായിട്ട് ഈ പറഞ്ഞ പോലെ മുസ്ലിം സമുദായം വലിയ അവഗണനയൊക്കെ നേരിട്ടൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ നിന്നൊക്കെ വന്ന് ഉയർന്നു വരികയാണ് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ അടക്കമുള്ളവർ. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു പൈലറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് മുസ്ലിം ലീഗിന് ഒരു വനിതാ MLA പോലും ഉണ്ടാവുന്നത്. അപ്പൊ അതിനൊക്കെ ഈ ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിന്റെ ഒരു ശോഭ കെടുത്തി കളയില്ല. പിന്നെ തീർച്ചയായും അതിന്റെ ശോഭ കെടുത്തുക മാത്രമല്ല, മറ്റുള്ളവര് വരുന്നതിനെയും കൂടി അത് തടയപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് അത് പോകുക. അതിന്റെ ആവശ്യമില്ല. ഇന്ന് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയാണ് നിഷേധിക്കപ്പെടുന്നത്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞത് അത് ഒരു മനുഷ്യാവകാശ ലംഘനയല്ലേ? ഇത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിന്റെ മേലെ സ്ത്രീകളുടെ മേലെ മെക്കിട്ട് കയറാന്നുള്ളതാണ് ഇവരുടെ കാര്യം. സ്ത്രീകളൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പം പള്ളിയിൽ പോകാം, പള്ളിയിൽ പോകുന്നതിന് വരെ പ്രശ്നങ്ങളാണ്. ആരാധനാ സ്വാതന്ത്ര്യത്തിന് പോലും ഇവിടെ വിലക്കുകളാണ്. അപ്പൊ മക്കയിലൊക്കെ ഒരുമിച്ചിരിക്കുകയും ഒരുമിച്ച് കബയിലൊക്കെ പോകുമ്പോൾ ഒരുമിച്ചിരിക്കുമ്പോഴും ഇവിടെ വന്നാല് വേർതിരിവാണ് എല്ലാ കാര്യത്തിനും. അപ്പൊ അതൊക്കെ അരാജകത്വമാണ്. അങ്ങനെയൊക്കെയാണ് ഇവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഇത് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായൊക്കെ വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ മുസ്ലിം സ്ത്രീകള്. അപ്പൊ അത് ആശാവഹമായ കാര്യമാണ്.
പഴയ കാലമൊന്നുമല്ല. ഈ കാലഘട്ടത്തിലും ഈ ആധുനിക കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാല് അത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. എന്തിനു വേണ്ടിയാണിത്? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്? മതത്തെ സംരക്ഷിക്കാനാണോ? മതവിശ്വാസം എന്നത് ഓരോ വ്യക്തികളുടെയും കാര്യങ്ങളാണ്. അല്ലാതെ അത് എല്ലാ സ്വാതന്ത്ര്യത്തിലും കൈകടത്താന്ന് പറയുമ്പോ അതന്നെ മുസ്ലിം ലീഗ് എടുത്ത നിലപാട് വളരെ നല്ല നിലപാടാണ്. മുസ്ലിം ലീഗ് എടുത്ത നിലപാട് ഇതുവരെ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി, ഒന്ന് വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടി, വളരെ ശക്തയായ, വളരെ എന്താ പറയാ, നല്ല ഒരു കഴിവുള്ള ഒരു പെൺകുട്ടിയാണ്. അവര് വന്നാൽ അവരെ തളർത്താനുള്ള ശ്രമം നടത്തുന്നത്. അതൊക്കെ വലിയ കഷ്ടപ്പെട്ട കാര്യമാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇവരൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്നത്? ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത്? ഇതാണ് ഞാൻ പലപ്പോഴും ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇനിയും ഇവർക്കൊന്നും വെളിവ് വന്നിട്ടില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് മാത്രമല്ല, മറ്റുള്ളവർക്ക് ഒരു പരിഹാസ്യ രൂപത്തിലാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് എന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക ചെയ്യുന്നത്. അതാണ് പ്രശ്നം. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, സങ്കുചിതമായ എല്ലാ കാര്യത്തിലും ഉൾവലിഞ്ഞ് വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുക. ഇങ്ങനെ ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോഴും നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഒരു പെൺകുട്ടി 10ാം ക്ലാസ് പാസ്സായ ഒരു പെൺകുട്ടിനെ ആദരിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറിയപ്പോ സ്റ്റേജിൽ നാട്ടിപ്പുറത്താക്കിയ ആളുകളാണ് ഇവര്. അത്ര പോലും സ്ത്രീകള്, പെൺകുട്ടികള് അകത്ത് വരുമ്പം അസഹിഷ്ണുത കാണിക്കുന്നവരാണ് ഇവര്. അപ്പൊ ആ അസഹിഷ്ണുതന്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന വിവാദങ്ങളൊക്കെ അടിസ്ഥാന ആവശ്യമില്ലാത്തതാണെന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇതിൽ എന്താ അർത്ഥമുള്ളത്? എന്ത് ഇസ്ലാം വിരുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് അതിലുള്ളത്? ഇസ്ലാം വിരുദ്ധം അതാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് അവർ ഈ നിലവിളക്ക് കത്തിച്ച് ഖുർആൻ ഓതി? അന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ ഹിന്ദുക്കൾ ഉപയോഗിച്ചപ്പോഴേക്ക് അത് ഹിന്ദുക്കളതായോ? അല്ല, അത് വിശ്വാസത്തിന്റെ പേരിലായോ? അന്ന് എല്ലാ കാര്യത്തിനും ഉപയോഗിച്ച്, വെളിച്ചത്തിന് വേണ്ടിയും എല്ലാം ഉപയോഗിച്ചിരുന്നത് ഈ നിലവിളക്കുകളാണ്. വെളിച്ചെണ്ണ ഇട്ടിട്ട് ഇങ്ങനെ തിരി കത്തിച്ചിട്ടുള്ള അതാണ് ഉപയോഗിച്ചിരുന്നത്. അതാ ഞാൻ പറഞ്ഞ, ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, പല മക്കബറുകളിലും പോയിട്ടുണ്ട്. ഈ ഉദ്ഘാടന ചടങ്ങുകൾ ഇത്തരത്തിൽ നിലവിളക്ക് കൊടുക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണെന്ന് കരുതുന്നത്? അല്ല, അതിലെന്ത് വിശ്വാസം വരുന്നത്? ഉദ്ഘാടനം എന്ന് പറഞ്ഞ സാധനത്തിൽ എന്ത് വിശ്വാസം കടത്തി വരുന്നത്? ഇതെല്ലാത്തിലും ഈ രണ്ട് വിഭാഗവും ഒരുപോലെ തന്നെയാണ്. അതെ, BJPന്റെ ആൾക്കാരായാലും നമ്മളെ മതസംഘടനകളായാലും അവര് രണ്ടുപേരും കാണിക്കുന്നത് ഇതേ നിലപാടുകൾ തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുട്ടായി കൊടുക്കുന്ന കണ്ടില്ലേ? ഒരു MLA ആണ് കാണിക്കുന്നത്, കുട്ടികൾക്ക് മേശപ്പുറത്ത് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇതൊക്കെ എന്ത് വർഗീയതയുടെ കാര്യം തന്നെയാണ് അതൊക്കെ. അപ്പൊ അതിന്റെ മറ്റൊരു വശമാണ് ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് സ്ത്രീകളെ ഒതുക്കുക എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം കണക്ക് തന്നെയാണ്. രണ്ട് വശങ്ങളാണ്. RSS ആയാലും ഇവരൊക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊടുക്കുന്നത്. അതിനെ എന്തായാലും ശക്തമായി നമ്മളൊക്കെ എതിർക്കും.